ഇതാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ട മാല. സാറേ, ആ വലിയ മാല എന്റേതാ. സാറേ, മറ്റേ മാല എന്റേതാ. നീ എവിടെ പോവാണെന്നാ പറഞ്ഞത്? ജുവലറിയിലേക്കല്ലേ? അപ്പൊ പിന്നെ ഇതുകൊണ്ട് ഒരുക്കാൻ എളുപ്പമാണല്ലോ. സർ, ഇതെങ്ങനെ എന്റെ കവറിൽ വന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും സ്വർണം തനിയെ പറന്നു വന്ന നിന്റെ കവറിലിരിക്കില്ലല്ലോ. സർ, ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല. ഇവരെല്ലാരും കണ്ടോണ്ടിരിക്കല്ലേ? സർ, ഞങ്ങൾ ഒന്നിച്ചിരിക്കുമായിരുന്നു. ചേച്ചി അനിയത്തിമാരും കൂടി രാവിലെ തന്നെ ഇറങ്ങുമല്ലേ? ഒരു ദിവസം എത്രയാണ് നിന്റെ കളക്ഷൻ? സർ, ഇങ്ങനെ സംശയിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നടന്ന എന്താന്ന് എനിക്ക് അറിയില്ലാന്ന്. ഈ ബസ്സിൽ ഉണ്ടായിരുന്നവരൊക്കെ ഒന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ. ചോദ്യം ചെയ്യാം, പക്ഷേ തൊണ്ടി മുതൽ കയ്യിലിരിക്കുന്ന നിന്നെയല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്കാർക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ? ഇല്ല. മാല നഷ്ടപ്പെട്ട ആളുകൾ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. ഇവിടെ അനിയത്തിമാരെയും ജീപ്പിലേക്ക് കയറ്റും. സർ, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. സാർ, ഞങ്ങളോട് അല്പം ദയവ് കാണിക്കണം. കള്ളന്മാരോട് ദയവ് കാണിക്കാനാണെങ്കിൽ പിന്നെ പോലീസിന്റെ ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് കയറാൻ നോക്ക്. തെരുവി കിടന്നൊരു സീൻ ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എല്ലാരും കയറിക്കോ. നിങ്ങളെന്നാ പൊയ്ക്കോ. ട്രിപ്പ് കഴിഞ്ഞ് നേരെ സ്റ്റേഷനിലേക്ക് വന്നേക്കണം. എഴുതി ഒപ്പിടേണ്ടി വരും. ശരി സാർ. പൊയ്ക്കോ. വണ്ടി കിട്ടോ? സ്റ്റേഷനിൽ വന്നേക്കണം. ഇവര് ജീപ്പ് കയറ്റ്. സർ, അവര് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാ. എന്ത് സംശയത്തിന്റെ പേരിലായാലും അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ അത് അവരുടെ ഭാവിയെ ബാധിക്കും. സാറിന് നിർബന്ധമാണെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോളൂ. ഇല്ല നന്ദിനി, നന്ദിനി ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ മാത്രം പോവില്ല. മക്കളെ പറയുന്ന കേൾക്ക്. തർക്കിക്കാൻ പറ്റിയ സമയമല്ലേ ഇപ്പോ? പ്ലീസ് പ്ലീസ്. ആ, ഇനിയിപ്പോ വിദ്യാർത്ഥികൾക്ക് പരിഗണന തന്നില്ലെന്ന് വേണ്ട. ആദ്യം ചേച്ചി കൊണ്ടുപോയി ചോദ്യം ചെയ്യട്ടെ. എന്നിട്ട് തീരുമാനിക്കാം കുടുംബം അടക്കം കൊണ്ടുപോയി സ്റ്റേഷൻ നിർത്തണോ വേണ്ടയോന്ന്. ചേച്ചി, ഇവിടെ ജീപ്പ് കയറ്റ്. നന്ദിനെ കൊണ്ടുപോവില്ല. അങ്ങോട്ട് മാറി നിൽക്ക്. ഇങ്ങോട്ട് വരാൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ല. വണ്ടി കയറ്റ്. മാല മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയില്ലേ? ഇങ്ങോട്ട് നടക്ക്. കേറ്. ചേച്ചി, നിങ്ങൾ പോയിക്കോ. കേറങ്ങോട്ട്. നന്ദിനി, നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. വിടാനൊന്നും പറ്റില്ല. കേറ്. നന്ദിനി, നന്ദിനി. ചേച്ചി, അത് പിഴച്ചില്ല. ആ റാണി എന്ന് പറഞ്ഞവളുണ്ടല്ലോ, മാല പൊട്ടിച്ച് അവളുടെ കവറിൽ ഇട്ടു കൊടുത്തു. പണ്ടത്തെ അസൽ പിക് പോക്കറ്റുകാരിയാ. അവളൊരു കാര്യം ചെയ്യുന്നത് ദൈവം തമ്പുരാന് പോലും കണ്ടുപിടിക്കാൻ പാടാ. ഇനിയിപ്പോ എങ്ങനെയാ SI സാറേ? തൊണ്ടി മുതലോടെ പിടിച്ച ആൾക്ക് ജാമ്യം കിട്ടാൻ എന്തേലും വകുപ്പുണ്ടോ? ഒരിക്കലും കിട്ടില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്കും CI ജയശങ്കർ തയ്യാറാവില്ല. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവൾ നമുക്ക് 3 പേർക്ക് ഉണ്ടാക്കിയ നഷ്ടങ്ങൾ ചേർത്തല്ല. അതിനവൾ അനുഭവിക്കണം. കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ അവൾക്ക് കിട്ടണം. എന്നിട്ട് പുറത്തിറങ്ങി വരുമ്പോ സ്വീകരിക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അല്ലേ കാർത്തികേയ? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വേട്ട തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നരേന്ദ്ര. ഇനി നന്ദിനിയുടെയും കുടുംബത്തിന്റെയും കഷ്ടകാലമാ. അവക്കും കുടുംബത്തിനും ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള ടിക്കറ്റ് ഉറച്ചു. ഇനി അവളുടെ പേര് കള്ളീന്നല്ല, പെരുങ്കള്ളീന്നാ.
ആയിട്ടല്ലേ? പേടിക്കണ്ട, പോലീസുകാർ പെണ്ണുങ്ങളെ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ല. പിന്നെ പട്ടാപ്പകലായതുകൊണ്ടാ പ്രശ്നം. നേരം അല്പം ഇരുട്ടിയിട്ട് വേണം ബസ്സിൽ പണി തുടങ്ങാൻ. ദൈവം തമ്പുരാന് പോലും പിടിക്കാൻ പറ്റില്ല. പറഞ്ഞു മനസ്സിലായോ? നിങ്ങളൊന്ന് വെറുതെ ഇരിക്കും. ഞാൻ എൻ്റെ പരിചയം കൊണ്ട് പറഞ്ഞു തന്നതാ. ജയിലിൽ പോകണമെന്ന് നിൽക്കണ്ട പെണ്ണേ. ദേ ആ സിഐയോട് സംസാരിച്ചിട്ടേ പറഞ്ഞു ഒതുക്കാൻ നോക്ക്. വാടാ, എഴുന്നേക്ക്. പറഞ്ഞു ഓർമ്മയുണ്ട്? അയ്യോ മോളെ, ചേച്ചി എന്താ മോളെ നിനക്ക് പറ്റിയ? എന്തിനാ നിന്നെ പോലീസ് പിടിച്ച്? എന്താ കാര്യം? ബഹളം വെക്കില്ലേ മുത്തശ്ശി. പോലീസുകാർക്ക് എന്തോ തെറ്റിദ്ധാരണ വന്നതാ. ആരാ മോളെ നിന്നെ ചതിച്ചത്? എന്തിനാ എല്ലാരും നിന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? അച്ഛാ, CI സാർ ഇപ്പൊ വരും. വരുമ്പോ അച്ഛനൊന്ന് സംസാരിക്കേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആരോടോ ഇവരകത്ത് കയറിയത്? സാർ, എന്റെ മോള്. സാർ, ഇത് ഈ കുട്ടിയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെയാ. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്താ കള്ളന്മാരുടെ കുടുംബത്തിന് വിരുന്ന് നടത്തുന്നുണ്ടോ? സാറേ, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എന്റെ മോളെ ആരോ ചതിച്ചതാ. ആര്? തനിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ താൻ ചതിച്ചാളെ പിടിച്ചോണ്ട് വാ, ഞാൻ ചോദ്യം ചെയ്യാം. സാറേ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. സാർ അവളെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഒരാൾക്കും ഒരു ഉപദ്രവം അവൾ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാവരെയും സഹായിച്ചുള്ള ശീലം അവക്ക്. ആ, അത് മിക്ക കള്ളന്മാരുടെയും പൊതുവിലുള്ള ശീലമാണല്ലോ. സഹായത്തിനും നന്മയ്ക്കൊക്കെ മുൻപിൽ നിൽക്കും. അപ്പൊ പിന്നെ കക്കാനും കൊള്ളയടിക്കാനൊക്കെ എളുപ്പമാണല്ലോ. സാർ, എന്തൊക്കെയായി പറയുന്നേ? അപ്പൊ സാർ കരുതിക്കൂട്ടി എന്റെ മോളെ കള്ളിയാക്കാൻ നോക്കുകയാണോ? പുറത്തിറങ്ങടോ. ഇതിനകത്തുനിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാലേ അടിച്ച് പുറത്താക്കും ഞാൻ.